ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് നമുക്ക് ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് ഒറ്റയൊരു സൊല്യൂഷൻ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഹെയർ, എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റയൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു സൊല്യൂഷൻ ആവും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഈ പറയുന്ന സാധനം 100% നാച്ചുറലായിട്ടും സേഫ് ആയിട്ടുള്ളൊരു സംഭവമാണ്. വേറൊന്നുമല്ല, പണ്ട് നമ്മുടെ തൊടിയിലൊക്കെ കണ്ടുകൊണ്ടിരുന്നൊരു സാധനമുണ്ട്, ആര്യവേപ്പിൻ്റെ മരമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് മരുന്നിന് പോലും ഒരെണ്ണം കാണാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആര്യവേപ്പിൻ്റെ പൊടിയായിരിക്കും. പക്ഷേ അതിലും ഒരുപാട് മായവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഏതാണ് നല്ലതെന്ന് വിശ്വസിച്ച് വാങ്ങാനും പറ്റില്ല. പക്ഷേ 100% സേഫ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു നീം പൗഡറാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നേച്ചർ ഷുവറിൻ്റെ നീം ലീഫ് പൗഡറാണ് കേട്ടോ. ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അത് നമുക്ക് വിശ്വസിക്കാനും പറ്റും, കാരണം ഇതിൻ്റെ കൂടെ ഇവർ ലാബ് ടെസ്റ്റ് റിസൾട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എത്രത്തോളം ഇത് 100% പ്യുവർ ആണെന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവലും വരുന്നുണ്ട്, നമുക്കിത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനുള്ളത്, പിന്നെ നമ്മുടെ ഹെൽത്തിന് എങ്ങനെയൊക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാം എന്നുള്ളത് എല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു പാക്കിംഗ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ ഇട്ട് വെച്ചാൽ മതിയാവും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് നേച്ചർ ഷുവറിന് തന്നെ റോ ഹണി കിട്ടുന്നുണ്ട്, പിന്നെ ഒരു സ്പൂണും, പിന്നെ ഈ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബ്രഷാണ് കേട്ടോ. അത് ഞാൻ ഏത് വാങ്ങിയാലും അതിലൂടെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു ഹണി നമുക്ക് യൂസ് ചെയ്തിട്ട് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് കുറച്ച് നീം പൗഡർ ഈ ഒരു തേനിൽ ചാലിച്ച് കഴിച്ചാൽ മതി. പക്ഷെ നല്ല കയ്പുണ്ടാവും, എന്നാലും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തിരുന്ന ഒരു സാധനമാണ്. നമുക്ക് തലയിൽ താരനായാലും മുഖത്ത് പിമ്പിൾസിനായാലും ഒക്കെ ഇത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുപോലെ നമ്മുടെ ഹെൽത്തിന് നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾക്കുള്ള സൊല്യൂഷനാണ് കേട്ടോ. നമുക്കറിയാം ഡയബറ്റീസ്, അതുപോലെ തന്നെ ഗ്യാസ് പോലെയുള്ള അസുഖങ്ങൾ, അതിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റണമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെൽത്തിൻ്റെ കാര്യം എടുക്കാം. ഹെൽത്തിന് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നീം പൗഡർ എന്ന് പറയുന്നത് ന്യൂട്രിയൻസിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും മിനറൽസിൻ്റെയും വിറ്റമിൻസിൻ്റെയും ഒക്കെ ഒരു പവർ ഹൗസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാവും നമുക്ക് 100ഓളം അസുഖങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഡയബറ്റീസ്, ഹൈ BP, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ഇമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലങ്ങൾ, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്നത് തന്നെ നമ്മൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് പ്രോപ്പർ ആവാത്തതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു നീം പൗഡർ. ഇത് നമ്മൾ ഡെയിലി നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ഫുഡിലോ സാലഡിൽ അല്ലെങ്കിൽ സ്മൂത്തീസിൽ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ശരീരത്തിനുള്ളിൽ എത്തിക്കാൻ വേണ്ടി പറ്റും. ഇത് 100% നാച്ചുറൽ ആൻഡ് സേഫ് ആണ് കേട്ടോ. ചെറിയൊരു ഡോസ് നമ്മുടെ ഫുഡിൽ നമ്മൾ ഡെയിലി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് ടോക്സിൻസിനെയും അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസും റിമൂവ് ചെയ്ത് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ സുഗമമാക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് അസുഖങ്ങൾ കുറയാനും നമ്മുടെ ഡൈജഷൻ നേരെ ആവാനും അങ്ങനെ ഒരുപാട് കാര്യത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഡെയിലി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സ്മൂത്തി ആയിട്ടൊക്കെയാണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് കോഫിയിൽ ആഡ് ചെയ്യാം, അതുപോലെ കോഫി ആയിട്ട് സിപ്പ് ചെയ്ത് കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പം അവസാനം അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇട്ടത് കഴിക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊരു കുഞ്ഞ് 1/4 ടീസ്പൂൺ ആണെങ്കിലും ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും സ്മൂത്തീസ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ തയ്യാറാക്കുന്നത് ഡേറ്റ്സും അതുപോലെ തന്നെ ബനാനയും വെച്ചിട്ടാണ്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻറ്റും ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പാലാണ്. നമ്മൾ നാടൻ പാൽ വാങ്ങുകയാണെങ്കിൽ ജസ്റ്റ് തിളപ്പിച്ചിട്ട് ചൂടാറിച്ചിട്ട് അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, 1/4 എന്ന് പറഞ്ഞാൽ കുറച്ച് മതി കേട്ടോ, അത് നമ്മൾ ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കാണെങ്കിൽ അത്ര ഇട്ടാൽ ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് കുറച്ചൊരു ചെറിയ എമൗണ്ടിൽ ഇട്ടാൽ മതി. പിന്നെ അല്ലെങ്കിൽ നമുക്ക് സാലഡിലോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഈ നീം പൗഡർ സ്കിന്നിന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ റോസ് വാട്ടറോ വെള്ളമോ യൂസ് ചെയ്തിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ആക്നെ, പിമ്പിൾസ്. അപ്പോൾ ഈ ഒരു ആക്നെയും പിമ്പിൾസും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലാക്ക് സ്പോട്ട്സ് ആയിട്ടും ബ്ലെമിഷസ് ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്കാർസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ
തീർക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ നന്നായിട്ട് റെഡ്നെസ്സിനും ഇൻഫ്ലമേഷനും ഒക്കെ കുറച്ചിട്ട് ആക്നെയൊക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നാച്ചുറലി യൂസ് ചെയ്യാൻ പറ്റും. പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ എപ്പോഴും പറയായിരുന്നു മഞ്ഞളും നീമും ഒക്കെ തേക്കണം. എനിക്ക് മഞ്ഞൾ അലർജി ആയിരുന്നെങ്കിലും നീമ് പണ്ടോട്ടേ യൂസ് ചെയ്തുകൊണ്ടൊരു സംഭവമാണ്. പിന്നെ ഇത് അരയ്ക്കാനുള്ള ഒരു മടിയൊക്കെ കൊണ്ടാണ് യൂസ് ചെയ്യാതിരിക്കുന്നത്. പിന്നെ കിട്ടാനും ഇല്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ പൊടിയായിട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെഗുലർലി യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാനും ആക്നെയൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് 100% ഓർഗാനിക്കും നാച്ചുറലും ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഹെയറിന് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണം നോക്കട്ടെ. അപ്പോൾ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 സ്പൂൺ എടുക്കുന്നുണ്ട്. നമ്മുടെ മുടിയുടെ തിക്നെസ്സും അതുപോലെ തന്നെ ലെങ്ത്തും ഒക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു 4-5 ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട്. കാരണം എനിക്ക് ചെറുതായിട്ട് താരനുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര പൊടിയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് താരം പിടിക്കും. അപ്പോൾ അതാ നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും ഡാൻഡ്രഫ്. പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഡാൻഡ്രഫിന് വേണ്ടിയിട്ട്. നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് ചിലർ മുടി കഴുകാറുണ്ട്. ഇപ്പം ഒന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഹെയർ തിന്നിങ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ കാരണം ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക്, അപ്പോൾ ഇതിൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡാൻഡ്രഫിന് കാരണമാവുന്ന ബാക്ടീരിയനൊക്കെ എലിമിനേറ്റ് ചെയ്ത് ഡാൻഡ്രഫും ആ ഒരു ഡാൻഡ്രഫ് ഫ്ലേക്സും ഇച്ചിനെസ്സും ഒക്കെ മാറ്റി തരും. അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ വകച്ചിലായിട്ടെടുത്ത് എല്ലാ സ്ഥലത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡാൻഡ്രഫ് കുറയ്ക്കാൻ മാത്രമല്ല, ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ ഫോളും മാറും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഡീപ്ലി ക്ലീൻ ചെയ്ത് അപ്പം ഡാൻഡ്രഫിനെ റൂട്ടീന്ന് തന്നെ മാറ്റുന്നുണ്ട്. മുടീനെ നല്ല തിക്കറും സ്ട്രോങ്ങറും ഒക്കെ ആക്കി നല്ല ഹെൽത്തി ആക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും തന്നെ ഒരുപാട് നീളം എന്നുള്ളതിന് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ഹെയർ ആണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ബാക്കി വന്ന തലയിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എല്ലാത്തിനും നമുക്ക് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രം മതിയാവും. എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു വീഡിയോ നമുക്കൊക്കെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.